ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്നോ അവതാർ. ഇന്ന് നമ്മളിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷോമിയുടെ MI ബിയർഡ് ട്രിമ്മറാണ്. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് ബോക്സ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ MI ബിയർഡ് ട്രിമ്മർ എന്ന് എഴുതിയിട്ടുണ്ട്. ബാക്കിലാണെങ്കിൽ കുറച്ച് അതിൻ്റെ ഡിവൈസിൻ്റെ ഡീറ്റെയിൽസും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നും പിന്നെ പ്രൈസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വളരെ നല്ലൊരു പാക്കിംഗ് ആണ് ഷോമി നൽകിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കിംഗ് വരുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ട്രിമ്മർ വരുന്നത്. ഇതിവിടെ ഇരിക്കട്ടെ. ബാക്കി എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കാം. ബോക്സിൻ്റെ ഉള്ളിൽ യൂസർ മാനുവൽ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ആക്സറീസ് ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ഒരു കോംബ് വരുന്നുണ്ട്. അതുപോലെ ഇതാണ് ടോട്ടൽ ഇതിൽ വരുന്ന ഐറ്റംസ്. അതായത് ക്ലീൻ ചെയ്യാനൊരു ബ്രഷ്, പിന്നെ ഒരു മനോഹരമായൊരു പൗച്ച് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ട്രിമ്മറും അതിൻ്റെ ആക്സറീസും ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു സ്മൂത്തായ ക്ലോത്താണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് ഇതിന്. ഇതാണ് ചാർജിങ് കേബിൾ വരുന്നത്. ഇതിൻ്റെ ഒരെൻഡ് USB-യും മറ്റേ എൻഡ് മൈക്രോ USB-യോ Type-C അല്ല. ഇത് അവർ തന്നെ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തൊരു പിന്നാണ്. ആണോ, സ്പെഷ്യൽ പിന്നാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കോംബ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ട്രിമ്മർ ഒന്ന് നോക്കാം. ഇതാണ് ട്രിമ്മർ വരുന്നത്. കണ്ടില്ലേ, ഫ്രണ്ട് സൈഡിൽ ഇതിൻ്റെ പവർ ബട്ടൺ ഉണ്ട്. സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള നോബ് ഉണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ്. ബാക്കിലാണെങ്കിൽ MIയുടെ ബ്രാൻഡ് നെയിം ഉണ്ട്. ഇതാണ് ചാർജിങ് സെക്ഷൻ വരുന്നത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മൈക്രോ USB പോർട്ടല്ല, നോർമൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ പോർട്ടാണ്. കേബിൾ ആണെങ്കിൽ ഒരെൻഡ് USB-യും ഒരെൻഡ് ഇതുമാണ് വന്നിരിക്കുന്നത്. അതിൽ സ്പെസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത് 5 വോൾട്ടും 2 ആംപിയർ ആണ് ചാർജറിൻ്റെ സ്പെസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ സെൽഫ് ഷാർപ്പനിങ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു കോംബാണ്, എക്സ്ട്രാ കോംബോ വന്നിരിക്കുകയാണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നോക്കാം. ജസ്റ്റ് ഈ നോബ് റൊട്ടേറ്റ് ചെയ്താൽ കണ്ട 0.5 വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വരും. അങ്ങനെ അപ് ടു 20 സ്റ്റെപ്സ് ഇതിലുണ്ട്. ഇനി ഇത് ഫുള്ള് സ്റ്റെപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കോമ്പ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ 10-ലിട്ടിട്ട്, അതായത് 20 ലെവലിലിട്ടിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് റിമൂവ് ആയി വരും. ഇനി നമുക്ക് കോമ്പ് ഇല്ലാതെ ട്രിം ചെയ്യണമെങ്കിൽ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ട് ചെയ്യാം. ഇതിൻ്റെ ബ്ലേഡ് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതുപോലെ തന്നെ സെൽഫ് ഷാർപ്പനിങ് ബ്ലേഡാണ്. നമുക്ക് ബ്ലേഡ് ഷാർപ്പിങ് ചെയ്യേണ്ട ആവശ്യമില്ല. വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ റിമൂവ് ആയി. ഇതാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇതാണ് ഉൾവശം വരുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇത് വാഷബിൾ ആണ്. IPX7 റേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വാഷ് ചെയ്യാം. ഇത് ഫുള്ളായി വാഷ് ചെയ്യാന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചാർജിങ് പിന്നിൻ്റെ അവിടെ വാഷ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ തന്നെ ഈ ബ്ലേഡ് തിരിച്ചു വയ്ക്കുന്നതായി ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ട, കറക്റ്റായി. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. കണ്ട, പവർ ഓൺ ചെയ്തപ്പോൾ വളരെ സ്മൂത്ത് സൗണ്ടാണ്. മെയിൻ ഇതിൻ്റെ വേറെ സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നിയത് ഹോൾഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. നല്ല സ്മൂത്ത് കംഫർട്ടാണ് ഇത് ഹോൾഡ് ചെയ്ത് നിർത്താൻ. അതുപോലെ തന്നെ ഇവിടെ കണ്ട 3 ബാറ്ററി ലെവൽ ഇൻഡിക്കേഷനാണ്. ബാറ്ററി എത്ര ലെവലാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻഡിക്കേഷൻ. അതുപോലെ തന്നെ ഒരു പ്രസ്സും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടേൺ ഓഫ് ആവും. ഇതിൽ വേറൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അതെന്താ വെച്ചാൽ പവർ ബട്ടൺ ലോക്ക് ഓപ്ഷൻ. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ ഇതിപ്പോൾ എങ്ങാനും ബൈ മിസ്റ്റേക്ക് കൈ ഒന്ന് തട്ടി പ്രസ് ആവുക എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ഓൺ ആവും. അങ്ങനെ ഓട്ടോമാറ്റിക് ഓൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ LED ബ്ലിങ്ക് ചെയ്യും. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പവർ ബട്ടൺ ലോക്കായി എന്നാണ്.
ഇനി ഇത് എത്ര പ്രസ് ചെയ്താലും ഓൺ ആവില്ല. കണ്ടോ? അപ്പോൾ ഇതൊരു നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഷോമി നൽകിയിട്ടുള്ളത്. ഇത് വേറെ ഒരു ട്രിമ്മറിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി നമുക്കിത് തിരിച്ച് വീണ്ടും നോർമൽ മോഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കണ്ടോ? ഇതിപ്പോൾ നോർമൽ മോഡായി. നമുക്ക് നെക്സ്റ്റ് കോമ്പ് ഇതിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ ആ പൊസിഷനിൽ വെക്കുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. കണ്ടോ? ഇത് കുറച്ചുകൂടി സൈസ് കൂടിയതാണ്. അപ്പോൾ ഈ 2 കോമ്പും വെച്ചിട്ടാണ് ഓരോ സെറ്റിലും ടോട്ടൽ 20 സ്റ്റെപ്സ് ഉണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 40 സ്റ്റെപ്സ് ഉണ്ടെന്ന് പറയുന്നത്. ഇതാണ് മെയിനായിട്ട് ഈ ട്രിമ്മറിൻ്റെ പ്രത്യേകത. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. വേറെ ബാക്കിയുള്ള ട്രിമ്മറിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഡിസൈൻ ഒരു യുണീക്ക് ഡിസൈനാണ്. ഇനി ഇതിൻ്റെ കൂടെ പൗച്ച് കിട്ടിയിട്ടുണ്ട്. ഈ പൗച്ചിൽ നമുക്ക് ഇതും ഇതിൻ്റെ ആക്സറീസും സിമ്പിളായിട്ട് ഇട്ട് വയ്ക്കാവുന്നതാണ്. ഉണ്ടോ? ഇത് ഫുള്ളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ട് ബ്രഷ്, കേബിള് ഇതെല്ലാം ഇതിലിട്ടതിന് ശേഷം പാക്ക് ചെയ്ത് സുഖമായി കൊണ്ട് നടക്കാം. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഇത്ര ഐറ്റംസാണ് ഈ ബോക്സിൽ വരുന്നത്. ട്രിമ്മർ, USB കേബിള്, പിന്നെ എക്സ്ട്രാ വരുന്ന കോമ്പ്, ക്ലീനിങ് ബ്രഷ്, പിന്നെ പൗച്ച്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കാം. മെയിൻ പ്രോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് തന്നെയാണ്. അതായത് 1199 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു റേഞ്ചിന് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി, യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ വളരെ നല്ല മെറ്റീരിയലും ഹാൻഡിൽ ചെയ്യാൻ ലൈറ്റ് വെയ്റ്റുമാണ്. നല്ല കോമ്പാക്ട് ഡിസൈനുമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് കമ്പനി പറയുന്നത് 90 മിനിറ്റ് ബാറ്ററി ബാക്കപ്പാണ്. അതായത് 2 അവർ ചാർജ് കൊണ്ട് 90 മിനിറ്റ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ്. നോർമൽ ഈ ഒരു റേഞ്ചിലുള്ള ട്രിമ്മറിനൊന്നും ഇത്രയും ബാറ്ററി ബാക്കപ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇവർ സ്പെസിഫൈ ചെയ്യുന്നത് 5 വോൾട്ട് 2 ആംപിയർ യൂസ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൊബൈലിൻ്റെ ചാർജർ വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ലാപ്പ് അതുപോലെ PC യുടെ USB പോർട്ട് വെച്ച് ചാർജ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് കറണ്ട് കുറവാകും. അപ്പോൾ ചാർജിങ് ടൈം കൂടുതലെടുക്കും. വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നമുക്കിത് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നതാണ് പറയുന്നത്. അതൊന്ന് പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ ജസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് തന്നെ നമുക്കൊന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഫുൾ ചാർജ് ഡ്രെയിൻ ആയി പോയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പവർ ബാങ്കിൽ നിന്ന് വഴി അല്ലെങ്കിൽ ഡയറക്റ്റ് USB വഴി കണക്ട് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അത് വേറൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി ലെവൽ ഇൻഡിക്കേഷൻ. നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ്, അതായത് ബാറ്ററിയുടെ ലെവൽ എത്രയാണെന്ന് നമുക്ക് LED ഇൻഡിക്കേഷൻ വഴി അറിയാൻ പറ്റും. നോർമൽ വേറെ ചാർജ് ട്രിമ്മറുകളിലൊന്നും ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇത് നല്ലൊരു ഗുഡ് ഓപ്ഷനാണിത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ബട്ടൺ ലോക്ക് ചെയ്യണതാണ്. നേരത്തെ പറഞ്ഞ പോലെ ട്രാവൽ ചെയ്യണ സമയത്ത് അറിയാതെ എങ്ങനെ കൈതട്ടി ഇത് ഓൺ ആവുക, അതിനുള്ള ടെൻഡൻസി ഇതിൽ കൂടുതലാണ്. അതുകൊണ്ട് ഈ പവർ ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. നെക്സ്റ്റ് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് IPX7 റേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാം, നന്നായി യൂസ് ചെയ്യാം. പിന്നെ വരുന്നതിൻ്റെ ബ്ലേഡ് നേരത്തെ ഞാൻ പറഞ്ഞു സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, സെൽഫ് ഷാർപ്പനിങ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലേഡ് മുറിച്ച് കൂട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക് ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും ഷാർപ്പിംഗ് കൂടി വരും. നെക്സ്റ്റ് ഇതിൻ്റെ കോൺസ് എന്ന് പറയുകയാണെങ്കിൽ ഈ പോർട്ട് തന്നെയാണ്. നോർമലി നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യണ സമയത്ത് ഈ കേബിൾ ഇതിൻ്റെ സപ്ലൈ ചെയ്ത USB കേബിൾ എപ്പോഴും കൊണ്ടു നടക്കേണ്ട ഒരു ആവശ്യം വരികയാണ്. ഇപ്പോൾ അതിന് പകരം വല്ല മൈക്രോ USB അല്ലെങ്കിൽ Type-C ആയിരുന്നെങ്കിൽ നമുക്ക് മൊബൈൽ ചാർജറിൻ്റെ കേബിൾ വെച്ചിട്ടും ചാർജ് ചെയ്യാമായിരുന്നു. ഇതൊരു മെയിൻ ഡ്രോബാക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ കോമ്പ് റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ബ്രഷ് ഇതിൻ്റെ ഇടയിലിട്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ക്ലീൻ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ കോമ്പ് റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് എപ്പോഴും കാണുന്നുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് വെച്ചാൽ ഈ ബോക്സിൻ്റെ കൂടെ അവരൊരു ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഒരു ചാർജർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ. നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്ലേഡ് കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ളവർ ഭയങ്കര കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ സ്കിന്നിന് ഇറിറ്റേഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ലഭിക്കുന്നതിനായി ബെൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ സ്റ്റേ ട്യൂൺ ഫ്രണ്ട്സ്. ബൈ ബൈ.